ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു 8 മാസങ്ങൾക്ക് മുന്നേ കാദർ കരിപ്പൊടി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ വന്നൊരു വീഡിയോ ആണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. കാണുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയെ പച്ചത്തെറി വിളിക്കുകയും പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഭാര്യമാരെ അടക്കം പരിഹസിക്കുകയും ചെയ്ത ഒരു വീഡിയോയിലൂടെയാണ് ഈ പറയപ്പെടുന്ന പെണ്ണും പിള്ളയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് തന്നെ ഉറപ്പിച്ചതാണ് ഇത് വലിയൊരു അപകടകാരിയാണ് എന്നുള്ളത്. അത് കേവലം സോഷ്യൽ മീഡിയക്ക് മാത്രമല്ല, ഒരു സാമൂഹ്യ തിന്മ എന്നൊക്കെ പറയാറില്ലേ, അതുപോലെയാണ് ഈ ബിച്ചിയെ ഞാൻ കാണുന്നത്. ഈ പെണ്ണും പിള്ളയുടെ ഒരു വലിയ വിചാരം എന്നൊക്കെ പറയുന്നത്, ഞാൻ കയറി അങ്ങ് കുടുംബത്തെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കയറി അങ്ങ് അവരുടെ കുട്ടിയെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കയറി അങ്ങ് അവളുടെ ഭാര്യയെ പറഞ്ഞു കഴിഞ്ഞാൽ, ഉമ്മയെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് നോവും, അവർ പ്രതികരിക്കില്ല എന്നുള്ളതാണ്. നോവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നോവും ഒരു നല്ല ഉമ്മക്കും നല്ല ഉപ്പക്കും പറഞ്ഞിട്ടുള്ള ഏതൊരു മകനും നോവും. അതിന്റെ പ്രതികാരം അന്തസ്സുള്ള മകൻ, തൻ്റെ ഇടമുള്ള മകൻ, ആൺകുട്ടിയായിട്ടുള്ള മകൻ അത് തീർക്കുക തന്നെ ചെയ്യും. തൻ്റെ ഇടമുള്ള ഒരു മകൻ അവന്റെ ഉമ്മക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർക്കുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. വെല്ലുവിളികളിലൂടെ വന്നവനൊന്നുമല്ല ഞാൻ, ചെയ്ത് കാണിച്ചിട്ട് വന്നവനായതുകൊണ്ട്, ഉമ്മയെ പറഞ്ഞതുകൊണ്ട് ദാ എണ്ണി 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 വെച്ചോ, നിനക്ക് പണി തന്നിരിക്കും. നിനക്ക് പണി തന്നില്ല എങ്കിൽ എന്റെ പേര് കാദർ കരിപ്പൊടി എന്നല്ല. അത് ഏത് രീതിയിലും പണി കിട്ടും. ബിച്ചിക്ക് പോയിട്ട് പോലീസിനെ സമീപിക്കാം, ഇവിടെയുള്ള കോടതിയെ സമീപിക്കാം, ഇവിടെയുള്ള എല്ലാ നീതിപീഠങ്ങളെയും സമീപിക്കാം. പക്ഷേ ആ നീതിപീഠത്തിനും അപ്പുറത്ത് നിന്നുകൊണ്ട് നിന്നെ ഞാൻ ശിക്ഷിക്കും. സംശയം വേണ്ട. കാരണം ഉമ്മയെ പറഞ്ഞവൾക്ക് മാപ്പ് കൊടുക്കില്ല, മറിച്ച് കൊടുക്കും, കൊടുക്കേണ്ടത് കൊടുക്കും. അത് ഏതെങ്കിലുമൊക്കെ വഴിയിൽ കിട്ടും. സംശയം വേണ്ട. ഇനി ആരാണിവൾ, എന്താണിവൾ എന്നുള്ളത് നിങ്ങൾ അറിയണം. കാരണം ഇവൾക്കൊരു വിചാരം, ഇവൾ പറയാ, എന്നെ തൊട്ട് കഴിഞ്ഞാൽ ആറ്റിങ്ങലും കൊല്ലത്തും ഓലത്തും നീ അങ്ങില്ലതാ മറ്റേതങ്ങ് ചെയ്യും. അതൊക്കെ പീക്കിരി പിള്ളേരോട് പോയിട്ട് എടുക്ക് തള്ളേ. ആൺകുട്ടികളുണ്ടെങ്കിൽ എന്റെ അഡ്രസ്സ് തരാം. കാസർഗോഡ് ടൗണില് നിങ്ങൾ വിളിക്കുക, വിളിക്കുന്ന സമയത്ത് ഞാൻ വരാം. നിങ്ങൾ കുറെ ആളുകൾ വെല്ലുവിളിക്കുന്നില്ലേ, നിങ്ങൾ വിളിക്കുന്നിടത്തേക്ക് ഞാൻ വരാം. ഞാൻ വിളിക്കാം. ഇപ്പൊ പറയും എന്നെ വീട്ടിലേക്ക് വിളിച്ചു, എന്നെ മറ്റതിനെ വിളിച്ചു എന്ന് പറയും. അതല്ല, നിങ്ങൾ ആളെയും കൂട്ടിയിട്ട് വാ. നിങ്ങൾ ആളെയും കൂട്ടി കുറെ സന്നാഹത്തോട് കൂടിയിട്ട് എൻ്റെ അടുത്ത് വാ, നമുക്ക് മുട്ടാം. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ജയിക്കും. നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അടിച്ച നിന്റെയൊക്കെ പല്ല് ഞാൻ തെറിപ്പിക്കും. അതൊന്നും നിസ്സാരമായിട്ട് പറയുന്നല്ല, തന്നെ ചെയ്യും. സംശയം വേണ്ട. ഈ പെണ്ണും പിള്ളയുടെ ഒരു ആറ്റിറ്റ്യൂഡ് അത് വളരെ അപകടമാണ്. ചെറിയ അപകടമൊന്നുമല്ല, വളരെ വളരെ അപകടമാണ്. കാരണം ഇവര് ഒരു ഓഡിയോ ഞാൻ ഇവിടെ കേൾപ്പിച്ചു തരാം. ഇവരുടെ ഒരു ഓഡിയോ. ഈ വോയിസും കൂടെ കൊണ്ടുപോയി ആഡ് ചെയ്യടാ, പട്ടിപ്പോലെ ആടി മോനെ. പഞ്ചായത്ത് വേശിക്കൊണ്ടായവനെ, പഞ്ചായത്ത് വേശിക്കൊണ്ടായ പടക്കക്കടയുടെ മോനെ, നിന്റെ അമ്മയുടെ പോടാ, നിന്റെ കയ്യിൽ കൊച്ചിൻ വെച്ചിരിക്കുന്നില്ലേ, അതിനെയും കൂടെ വിറ്റ് തിന്നിട്ടാ നീ. പടക്കശാലയാണ് മൊത്തം. നിന്റെ തള്ളയും നിന്റെ ഭാര്യയും നിന്റെ കയ്യിലിരിക്കുന്ന പിഞ്ചു കുഞ്ഞുൾപ്പെടെ പടക്കശാല. അതായത് പിഞ്ചു കുഞ്ഞുൾപ്പെടെ. എന്ത് എത്തിക്സ് ആണോ തള്ള നിങ്ങൾ പറയുന്നേ? പിഞ്ചു കുഞ്ഞു ഉൾപ്പെടെ പടക്കശാല എന്ന് പറയുന്ന നിങ്ങളുടെ എത്തിക്സ് എന്താ? അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തി ആരാന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ യൂട്യൂബ് ചാനൽ തുറക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും മ്ലേച്ഛമായി തെറി വിളിക്കുന്ന, പച്ചത്തെറി, ചെറിയ തെറിയൊന്നുമല്ല, പച്ചത്തെറി വിളിക്കുന്ന ഒരു നികൃഷ്ട ജന്മം. ഇവരെന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ തൽക്കാലം മുള്ളിത്താത്ത എന്ന് വേണമെങ്കിൽ വിളിക്കാം, എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഒറിജിനൽ പേര് പറയാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഒരു 2 days മുന്നേ വേറൊരു VK Tech എന്ന് പറഞ്ഞൊരു ചാനലിലെ വീഡിയോ കൂടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലും ഈ പുള്ളിക്കാരൻ്റെ അമ്മേനെ തെറി വിളിച്ചതിന് പകരം ഒരു നല്ലൊരു മകൻ, സല്യൂട്ട് ബ്രോ, നല്ലൊരു മകൻ എന്ന രീതിയിൽ അടിപൊളിയായിട്ട് ചേട്ടൻ നല്ല മാന്യമായ രീതിയിൽ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും തള്ളയ്ക്ക് സമാധാനമായിട്ടുണ്ടാവും കേട്ടിട്ട്. നിങ്ങൾ ഈ വീഡിയോസ് ഒന്നും കാണുന്നില്ല എന്ന് വലിയ ലൈവിൽ വന്ന് വിളിച്ച് പോകുന്നുണ്ട്. ഞാനൊരു വീഡിയോസും കാണാറില്ല. എനിക്ക് പലരും അയച്ചു തന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോസ് ഇട്ട് കാണുന്നത്. പിന്നെ അങ്ങനെയൊക്കെ നിങ്ങൾ തള്ളി മറിക്കുന്നുണ്ട്. അത് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അതിപ്പോൾ തള്ളി മറിക്കുകയൊന്നും വേണ്ട, ഞങ്ങൾ ഈ വീഡിയോ കാണുന്നില്ല. പിന്നെ
ഷീ ടോക്സ് എന്നൊരു ചാനലിലെ മഞ്ഞ ചാനൽ എന്ന് വിളിച്ച് അപമാനിച്ച് എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചതൊക്കെ ഞാൻ ലൈവിലിരുന്ന് കണ്ടിട്ടുണ്ട്. എന്തായാലും ആ ഒരു ഭാഗം പിന്നെയും കട്ട് ചെയ്ത് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എനിക്ക് കേരളത്തിൽ നട്ടലുള്ള ആണുങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഇപ്പം ഇരുന്ന് സപ്പോർട്ട് ചെയ്യുന്ന പലരും സ്വന്തം തള്ളയ്ക്കും തന്തയ്ക്കും നാളെ വിളി വരുമ്പോൾ മാത്രമായിരിക്കും ഇതിൻ്റെ വേദന എത്രത്തോളമാണെന്ന് മനസ്സിലാവും. 2 മക്കളെ പെറ്റ് വളർത്തി ഭയങ്കര അഭിമാനത്തിൽ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. നട്ടലുള്ള ആമ്പിള്ളാരാണെങ്കിൽ കാല് തല്ലി ഓടിച്ച് വീട്ടിലിരുത്തേ വേണ്ട, മര്യാദയ്ക്ക് അടങ്ങി എനിക്ക് തള്ളായി വീട്ടിലെന്ന് പറഞ്ഞിട്ട് 2 തല്ലി ഓടിച്ച് വീട്ടിലിരുത്തുകയാണ് നിങ്ങൾക്ക് വേണ്ട. എന്നിട്ട് നിങ്ങൾക്ക് ചെലവിന് തരണം. അല്ലാതെ സ്വന്തം തള്ള നാട്ടുകാരെ മുഴുവൻ തെറിയും വിളിച്ച്, നാട്ടിലുള്ള ആമ്പിള്ളാരുടെയും പെമ്പിള്ളാരുടെയും അമ്മയ്ക്കും അച്ഛനും ഒക്കെ തെറിയും വിളിച്ച് വീട്ടിൽ കയറി തോന്നിയാസവും കാണിച്ച് നാട് മുഴുവൻ മുള്ളി നാറ്റിച്ച് അതിൽ നിന്ന് കിട്ടുന്ന കാശെടുത്ത് നിങ്ങൾക്ക് ചോറ് തരുന്നതാണ് നിങ്ങളുടെ തള്ള. പിന്നെ നിങ്ങളെ വെച്ച് ആരൊക്കെയോ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ വെച്ച് റീച്ച് ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. നിങ്ങളെ വെച്ച് റീച്ച് ഉണ്ടാക്കി കഞ്ഞി കുടിക്കേണ്ട ഗതിയൊന്നും എന്നെ പോലുള്ള ആൾക്കാർക്കില്ല. പിന്നെ എൻ്റെ കാര്യം പേഴ്സണലായി പറയുകയാണെങ്കിൽ എനിക്ക് നല്ല അന്തസ്സുള്ളൊരു ജോലിയുണ്ട് കേട്ടോ. നിങ്ങളെ വെച്ച് കാശുണ്ടാക്കി, അത് നിങ്ങളുടെ തെറിവിളി വെച്ച് കാശുണ്ടാക്കി അതിന് കിട്ടുന്ന പൈസ വെച്ച് എനിക്ക് കഞ്ഞി കുടിക്കേണ്ട ഗതികോടൊന്നും ഇതുവരെ വന്നിട്ടില്ല, ഇനി അങ്ങോട്ട് വരാനും പോകുന്നില്ല. കേരളത്തിലുള്ള ഓരോ ആമ്പിള്ളാരെയും കയറി ചൊറിഞ്ഞ് അവരുടെ വീട്ടിലുള്ള അപ്പനെയും അമ്മേനെയും ഒക്കെ തെറിയും പറഞ്ഞ് നാളെ ഈ ആമ്പിള്ളാരൊക്കെ ചേർന്ന് നിങ്ങളുടെ കൊല്ലത്തോ കോട്ടയത്തോ എങ്ങാനുള്ള വീട്ടിൽ വന്ന് ചോദിക്കുമ്പോൾ നേരെ നിന്ന് ചോദിക്കാൻ വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ വില മനസ്സിലാവുള്ളൂ. ഇപ്പം ലൈവിലിരുന്ന് തെറി പറയാനൊക്കെ നല്ല രസമായിരിക്കും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ട് തെറി പറയുമ്പോൾ അത് സപ്പോർട്ട് ചെയ്യാനും കാണാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഈ നല്ല രസമായിരിക്കും ലൈവിലിരുന്ന് ഒരു പെണ്ണുമ്പുള്ള തെറി പറയുന്നത് കേട്ട് എന്ത് രസം, സപ്പോർട്ട് ചേച്ചി, ലവ് യു ചേച്ചി, ഉമ്മ ചേച്ചി എന്നൊക്കെ പറയാൻ അടിപൊളിയായിരിക്കും. എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരും ഉണ്ട്. പക്ഷെ നാളെ നല്ല നട്ടത്തിലുള്ള ആമ്പിള്ളാർ വന്ന് കാല് തല്ലി ഓടിക്കുന്ന സമയത്ത് ഈ പറയുന്ന ആരും ഉണ്ടാവില്ല നിങ്ങളുടെ കൂടെ കേട്ടാ. പിന്നെ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു എൻ്റെ മക്കൾ നാളെ ഒരു ലേഡീനെ തെറി വിളിച്ചു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ആ സ്പോട്ടിൽ ഞാൻ മരിക്കുന്നത് നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ തന്തയും തള്ളയും മരിക്കേണ്ട കാലം എന്നോ കഴിഞ്ഞിരിക്കുന്നു.